Complex powers. Definition. If alpha is a complex number and z equal to x plus iy, then z raised to alpha is defined by z raised to alpha equal to e raised to log z raised to alpha. That's equal to e raised to alpha log z where z not equal to 0. That is, we have z equal to x plus iy and alpha is a complex number. Then we consider the power, that is a complex number z raised to another complex number z raised to alpha. It is defined as e raised to log. നമുക്കറിയാം എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും ലോഗരിതമിക് ഫംഗ്ഷനും നമ്മൾ ആൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ എക്സ്പോണൻഷ്യലും ലോഗരിതവും ഇൻവേഴ്സ് ഫങ്ഷൻസ് ആണ്. അപ്പോൾ നമുക്കറിയാം 1/(x) എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അതുപോലെ ഇ റൈസ് ടു ലോഗ് എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു ലോഗ് ഒരു ഫങ്ഷൻ എഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എഫ് തന്നെ കിട്ടും. അപ്പോൾ സെഡ് റൈസ് ടു ആൽഫനെ നമുക്ക് ഇ റൈസ് ടു ലോഗ് സെഡ് റൈസ് ടു ആൽഫ എന്ന് എഴുതാം. ഇനി ഇവിടെ നമ്മൾ ലോഗരിതത്തിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. ലോഗ് എ റൈസ് ടു ബി എന്ന് പറഞ്ഞാൽ ബി ലോഗ് എ ആണ്. അപ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു ഇ റൈസ് ടു ആൽഫ ലോഗ് സെഡ് എന്ന് കിട്ടും. വേർ സെഡ് നോട്ട് ഈക്വൽ ടു 0, ഒരു നോൺ സീറോ നമ്പറാണ്. അതാണ് കോംപ്ലക്സ് പവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്കൊരു പവറിൻ്റെ സെഡ് റൈസ് ടു ആൽഫ എന്ന പവറിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ കിട്ടണമെങ്കിൽ പി വി എന്നാണ് ഡിനോട്ട് ചെയ്യുക. പി ഡോട്ട് വി, പി വി സെഡ് റൈസ് ടു ആൽഫ മീൻസ് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സെഡ് റൈസ് ടു ആൽഫ. അപ്പോൾ പ്രിൻസിപ്പൽ വാല്യൂ കിട്ടാൻ നമ്മൾ ലോഗരിതത്തിന് പ്രിൻസിപ്പൽ വാല്യൂ ഉണ്ട് പറഞ്ഞു. അപ്പോൾ ഈ സ്മാൾ എൽ എന്നിന് പകരം ക്യാപിറ്റൽ എൽ എൻ, സെഡ് റൈസ് ടു ആൽഫയുടെ നേരത്തെയുള്ള ഡെഫിനിഷനിലെ സ്മാൾ എൽ എന്നിന് പകരം ക്യാപിറ്റൽ എൽ എൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ദാറ്റ് ഈസ് പി വി ഓഫ് സെഡ് റൈസ് ടു ആൽഫ, പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സെഡ് റൈസ് ടു ആൽഫ ഈക്വൽ ടു ഇ റൈസ് ടു ക്യാപിറ്റൽ എൽ എൻ സെഡ് റൈസ് ടു ആൽഫ. ദാറ്റ് ഈസ് ഇ റൈസ് ടു ആൽഫ ഇൻറ്റു എൽ എൻ ഓഫ് സെഡ്. That is the definition. Now we have certain problems. First one, find values of the following. First one, minus I raised to 4i. ഇപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ മൈനസ് ഐ റൈസ് ടു അനദർ കോംപ്ലക്സ് നമ്പർ 4i. ഇപ്പോൾ കോംപ്ലക്സ് പവർ ആണ് കാണേണ്ടത്. ഇപ്പോൾ ഫൈൻഡ് ദി വാല്യൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സ്മാൾ എൽ എൻ ഉള്ള ആ വാല്യൂ ആണ് കാണേണ്ടത്. പ്രിൻസിപ്പൽ വാല്യൂ ആണെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ എൽ എൻ യൂസ് ചെയ്യും. സോ മൈനസ് ഐ ഓൾ റൈസ് ടു 4i ഈക്വൽ ടു ഇ റൈസ് ടു ലോഗ് മൈനസ് ഐ റൈസ് ടു 4i എന്ന് എഴുതാം. സോ ഇ റൈസ് ടു 4i ഇൻറ്റു ലോഗ് മൈനസ് ഐ. അപ്പോൾ ലോഗ് മൈനസ് ഐ കാണാൻ നമുക്കറിയാം, ലോഗ് മൈനസ് ഐ എന്ന് പറഞ്ഞാൽ ബൈ ഡെഫിനിഷൻ ലോഗ് മോഡ് മൈനസ് ഐ പ്ലസ് ഐ ഇൻറ്റു ആർഗ്യുമെൻറ്റ് മൈനസ് ഐ പ്ലസ് 2n പൈ ആണ്, വേർ n ബിലോങ്സ് ടു z. അപ്പോൾ ലോഗ് മോഡുലസ് ഓഫ് മൈനസ് ഐ എന്ന് പറഞ്ഞാൽ 1 ആണ്, പ്ലസ് ഐ ഇൻറ്റു ആർഗ്യുമെൻ്റ് ഓഫ് മൈനസ് ഐ എന്ന് പറഞ്ഞാൽ ഒരു പ്യുവർലി ഇമാജിനറി നമ്പറാണ്. അതുപോലെ അത് മൈനസും ആണ്, മൈനസ് ഐ എന്നാണ്. സോ അതുകൊണ്ട് ആർഗ്യുമെൻറ്റ് -π/2 ആയിരിക്കും, 2n പൈ. നമ്മൾ നേരത്തെ ആർഗ്യുമെൻറ്റ് പഠിച്ചപ്പോൾ, പോളാർ ഫോം പഠിച്ചപ്പോൾ അതെല്ലാം ചെയ്തിട്ടുണ്ട്, ഈ റിസൾട്ടുകളെല്ലാം പറഞ്ഞിട്ടുണ്ട്. സോ ലോഗ് 1 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ 0 പ്ലസ് ഐ ഇൻറ്റു -π/2 പ്ലസ് 2n പൈ, വേർ n ബിലോങ്സ് ടു z. ഇനി നമുക്ക് വേണ്ടത് ഇ റൈസ് ടു 4i ലോഗ് മൈനസ് ഐ ആണ്. അതിൽ ലോഗ് മൈനസ് ഐ മാത്രമാണ് കണ്ടത്. ഇനി അതിനെ 4i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 4i ലോഗ് മൈനസ് ഐ ദാറ്റ്സ് ഈക്വൽ ടു 4i ഇൻറ്റു നേരത്തെ കിട്ടിയത് ഐ ഇൻറ്റു -π/2 പ്ലസ് 2n പൈ എന്നാണ്. ദാറ്റ്സ് ഈക്വൽ ടു 4i ഇൻറ്റു ഐ ഇൻറ്റു ഐ സ്ക്വയർ ആണ്, -1 ആണ്. അപ്പോൾ -4 ഇൻറ്റു -π/2 അതുപോലെ പ്ലസ് -4 കോമൺ ആയിട്ട് എഴുതുന്നുണ്ട്. ഈ ഐ ഇൻറ്റു ഐ സ്ക്വയർ -1 ഉണ്ട്, -π/2 പ്ലസ് 2n പൈ എന്ന് കിട്ടും. ഇനി -4 ഇൻറ്റു -π/2 ഒരു 2 ക്യാൻസൽ ചെയ്ത് പോകും. സോ നമുക്കെന്ത് കിട്ടും?
2π എന്ന് കിട്ടും. 2π ഇവിടെ മൈനസ് 8n π. ഓക്കെ, ഇനി നമുക്ക് കാണേണ്ടത് മൈനസ് i റൈസ് ടു 4i ആണ്. e റൈസ് ടു 4i ലോഗ് മൈനസ് i ആയിരുന്നു. ഈ 4i ലോഗ് മൈനസ് i നമ്മളിപ്പോൾ കണ്ടു. e റൈസ് ടു 2π മൈനസ് 8n π. വേണമെങ്കിൽ ഇതൊന്ന് പൈ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. പൈ ഇൻറ്റു പൈ പുറത്തേക്ക് എടുക്കാം, 2π പുറത്തേക്ക് എടുക്കാം. 2 മൈനസ് 4n എന്ന് കിട്ടും. വേർ 4n അല്ല 8n അല്ലേ, 8n വേർ n ബിലോങ്സ് ടു z. 2π പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ 4n ഉണ്ടാവുള്ളൂ. പൈ മാത്രം ഔട്ട് സൈഡ് എടുക്കുകയാണെങ്കിൽ e റൈസ് ടു പൈ ഇൻറ്റു 2 മൈനസ് 8n വേർ n ബിലോങ്സ് ടു z എന്ന് കിട്ടും. നെക്സ്റ്റ് വൺ 1 പ്ലസ് i ഹോൾ റൈസ് ടു 1 പ്ലസ് i. 1 പ്ലസ് i ഹോൾ റൈസ് ടു 1 പ്ലസ് i ഇതിൻ്റെ വാല്യൂ കാണണം. അപ്പോൾ 1 പ്ലസ് i ഹോൾ റൈസ് ടു 1 പ്ലസ് ഐനെ നമുക്ക് e റൈസ് ടു ലോഗ് 1 പ്ലസ് i റൈസ് ടു 1 പ്ലസ് i എന്ന് എഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു e റൈസ് ടു 1 പ്ലസ് i ഇൻറ്റു ലോഗ് 1 പ്ലസ് i. അപ്പോൾ ലോഗ് 1 പ്ലസ് i കാണണം. ലോഗ് 1 പ്ലസ് i എന്ന് പറഞ്ഞാൽ ലോഗ് മോഡ് 1 പ്ലസ് i പ്ലസ് i ഇൻറ്റു ആർഗ്യുമെൻ്റ് ഓഫ് 1 പ്ലസ് i പ്ലസ് 2nπ. അപ്പോൾ ഇതിലെ മോഡ് 1 പ്ലസ് i എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ റൂട്ട് 2 എന്ന് കിട്ടും. അതുപോലെ ആർഗ്യുമെൻറ്റ് 1 പ്ലസ് i എന്ന് പറഞ്ഞാൽ x ഈക്വൽ ടു 1 ആണ്, y ഈക്വൽ ടു 1 ആണ്. രണ്ടും പോസിറ്റീവാണ്. രണ്ടും പോസിറ്റീവാണ്. എക്സും വൈയും പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ്. അപ്പോൾ ആർഗ്യുമെൻറ്റ് കാണാനുള്ള ഇക്വേഷൻ tan ഇൻവേഴ്സ് മോഡ് y ബൈ x. ദറ്റ് ഈസ് tan ഇൻവേഴ്സ് മോഡ് 1/1. tan ഇൻവേഴ്സ് 1 എന്താ വരിക? tan ഇൻവേഴ്സ് 1 π/4 ആണ്. π/4 π/4നാണ് 45 ഡിഗ്രി ആകുമ്പോഴാണ് ടാൻ്റെ വാല്യൂ 1 ആവുന്നത്. സോ ഇത് രണ്ടും നമ്മൾ കണ്ടു, മോഡുലസ് കണ്ടു, ആർഗ്യുമെൻറ്റ് കണ്ടു. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലോഗ് 1 പ്ലസ് i ഈക്വൽ ടു ലോഗ് റൂട്ട് 2 പ്ലസ് i ഇൻറ്റു π/4 പ്ലസ് 2nπ വേർ n ബിലോങ്സ് ടു z. ഇനി ലോഗ് 1 പ്ലസ് i അല്ല നമുക്ക് കാണേണ്ടത് 1 പ്ലസ് i ഇൻറ്റു ലോഗ് 1 പ്ലസ് i ആണ്. അപ്പോൾ അതിനെ 1 പ്ലസ് i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 പ്ലസ് i ഇൻറ്റു ലോഗ് 1 പ്ലസ് i ഈക്വൽ ടു 1 പ്ലസ് i ഇൻറ്റു ലോഗ് റൂട്ട് 2 പ്ലസ് i ഇൻറ്റു π/4 പ്ലസ് 2nπ എന്ന് കിട്ടും. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ 1 പ്ലസ് i ഓൾ റൈസ് ടു 1 പ്ലസ് ഐയുടെ വാല്യൂ കാണാനായിരുന്നു. e റൈസ് ടു 1 പ്ലസ് i ലോഗ് 1 പ്ലസ് i ആയിരുന്നു. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. e റൈസ് ടു പിന്നെ e റൈസ് ടു ഒന്നിച്ച് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എക്സ്പോണൻഷ്യൽ ഓഫ് എന്നെഴുതിയാലും മതി. 1 പ്ലസ് i ലോഗ് റൂട്ട് 2 പ്ലസ് i ഇൻറ്റു π/4 പ്ലസ് 2nπ എന്നെഴുതാം. n ബിലോങ്സ് ടു z. ദറ്റ് ഈസ് ഇത് എല്ലാം മൊത്തം ടേം എക്സ്പോണൻഷ്യലിൻ്റെ മുകളിലാണ്. ദറ്റ് ഈസ് അത് സംശയം ഉണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാം. എക്സ്പോണൻഷ്യൽ ഓഫ് 1 പ്ലസ് i ഇൻറ്റു ലോഗ് റൂട്ട് 2 പ്ലസ് i ഇൻറ്റു π/4 പ്ലസ് 2nπ വേർ n ബിലോങ്സ് ടു z. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ i റൈസ് ടു 2i. i റൈസ് ടു 2iയുടെ വാല്യൂ കാണണം. So I raised to 2i means we can write it as e raised to log I raised to 2i. That is e raised to 2i log I. അപ്പോൾ log i കാണാം ആദ്യം. log i എന്ന് പറഞ്ഞാൽ log mod i പ്ലസ് i ഇൻറ്റു ആർഗ്യുമെൻ്റ് i, ആർഗ്യുമെൻ്റ് z അല്ല i പ്ലസ് 2nπ വേർ n ബിലോങ്സ് ടു z. അപ്പോൾ ലോഗ് മോഡുലസ് ഓഫ് i എന്ന് പറഞ്ഞാൽ 1. ലോഗ് 1 പ്ലസ് i ഇൻറ്റു ആർഗ്യുമെൻ്റ് ഓഫ് i എന്ന് പറയുന്നത് ഒരു പ്യുവർലി ഇമാജിനറി നമ്പറാണ്. അപ്പോൾ അതിൻ്റെ ആർഗ്യുമെൻറ്റ് വരിക π/2 ആണ്. π/2 പ്ലസ് 2nπ. ഇനി ലോഗ് 1 0 ആണ്. അപ്പോൾ i ഇൻറ്റു π/2 പ്ലസ് 2nπ വേർ n ബിലോങ്സ് ടു z എന്ന് കിട്ടും. ഇനി നമുക്ക് കാണേണ്ടത്
e raised to 2i log I ആണ്. അപ്പോൾ 2i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2i log I equal to 2i into I into pi by 2 plus 2n pi. അപ്പോൾ 2i into I എന്ത് കിട്ടും? I into I സ്ക്വയർ ആണ് -1 -2 into pi by 2 plus 2n pi എന്ന് കിട്ടും. So we have I raised to 2i equal to e raised to 2i log I. അപ്പോൾ I raised to 2i equal to e raised to 2i log I. അപ്പോൾ 2i log I ആണ് കണ്ടത്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. e raised to -2 pi by 2 plus 2n pi വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം. e raised to -2 into pi by 2 പറയുമ്പോൾ 2 2 ക്യാൻസൽ ചെയ്തു -pi ഉണ്ടാവും. അതുപോലെ ഇവിടെ 2 into 2 4 -4n pi. e raised to minus of 5 pi plus 4n pi എന്ന് എഴുതാം. വേണമെങ്കിൽ പൈ കൂടെ ഔട്ട്സൈഡ് എടുക്കാം. e raised to -pi into 1 plus 4n എന്ന് എഴുതാം. e raised to -pi into 1 plus 4n where n belongs to z. Okay, then fourth one 1 plus I all raised to I. എല്ലാം സെയിം മെത്തേഡിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് കോംപ്ലക്സ് പവേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. എന്തായാലും ക്വസ്റ്റ്യൻസ് വരും, അതുകൊണ്ടാണ് കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുന്നത്. അപ്പോൾ 1 plus I all raised to I എന്ന് പറഞ്ഞാൽ e raised to log 1 plus I whole raised to I എന്ന് എഴുതാം. അപ്പോൾ e raised to I into log 1 plus I. സോ e raised to I into log 1 plus I. അപ്പോൾ log 1 plus I കാണണം. log 1 plus I നമ്മൾ സെക്കൻഡ് പ്രോബ്ലത്തിൽ കണ്ടിട്ടുണ്ട്. log 1 plus I നമുക്ക് കിട്ടിയത് ഒന്നുകൂടെ ചെയ്യുന്നില്ല. log root 2 plus I into pi by 4 plus 2n pi എന്നാണ് കിട്ടിയത്. സെക്കൻഡ് പ്രോബ്ലത്തിലാണ് നമ്മൾ ചെയ്തത്. 1 plus I all raised to 1 plus I നമ്മൾ കണ്ടിരുന്നു. അവിടെയാണ് നമ്മൾ log 1 plus I കണ്ടത്. log root 2 plus I into pi by 4 plus 2n pi. അപ്പോൾ ഇനി അതിനെ I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. I into log 1 plus I equal to I into log root 2 plus I into pi by 4 plus 2n pi എന്ന് കിട്ടും. ഇനി therefore 1 plus I all raised to I is equal to e raised to I log 1 plus I ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. e raised to I into log root 2 plus I into pi by 4 plus 2n pi. ഇത്ര എഴുതിയാൽ മതി. വേണമെങ്കിൽ നമുക്കൊന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. e raised to I into ഈ log root 2നെ നമുക്ക് 2 raised to 1 by 2 എന്ന് എഴുതാം. അപ്പോൾ log 2 raised to 1 by 2 plus I into pi by 4 plus 2n pi എന്ന് എഴുതാം. ഇനി log a raised to b എന്നുള്ള ഫോമുലാണ്. അപ്പോൾ b log a എന്ന് എഴുതാം. e raised to I into 1 by 2 log 2 plus I into pi by 4 plus 2n pi എന്ന് എഴുതാം. ഇനി I കൊണ്ട് വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം. e raised to I by 2 log 2 I into I സ്ക്വയർ -1 ആണ് മൈനസ് pi by 4 plus 2n pi n belongs to z. ഈ ഒരു സ്റ്റെപ്പിൽ തന്നെ നമുക്ക് എൻഡ് ചെയ്യാവുന്നതാണ് പ്രോബ്ലം. ഇതുവരെ എഴുതിയാലും നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. പക്ഷേ ചിലപ്പോൾ ഷോ ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിൽ റൂട്ട് 2നെ അത് 2 raised to 1 by 2 എന്ന് എഴുതിയതാണ്. ലോഗ് റൂട്ട് 2 എന്ന് പറഞ്ഞാൽ log 2 raised to 1 by 2 ആണ്. ദറ്റ് ഈസ് 1 by 2 log 2 ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് എക്സ്പാൻഡ് ചെയ്തതാണ്. നെക്സ്റ്റ് പ്രോബ്ലം, ഫിഫ്ത്ത് പ്രോബ്ലം, -1 raised to 1 by pi. -1 raised to 1 by piയുടെ വാല്യൂ കാണണം. അപ്പോൾ -1 raised to 1 by pi നമുക്ക് e raised to log -1 raised to 1 by pi എന്ന് എഴുതാം. ദാറ്റ് ഈസ് e raised to 1 by pi log -1 എന്ന് എഴുതാം. ഇനി log -1 കാണണം. ദാറ്റ് ഈസ് log mod -1 plus I into ആർഗ്യുമെൻറ്റ് -1 plus 2n pi. log mod -1 എന്ന് പറഞ്ഞാൽ log 1
modulus of minus 1 1. Then I into argument of minus 1 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് നമ്പറിൻ്റെ നെഗറ്റീവ് റിയൽ നമ്പറിൻ്റെ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് റിയൽ ആക്സിസിലാണ് വരിക, പൈ ആണ് വരിക, പൈ പ്ലസ് 2n പൈ. ദിസ് ഈസ് ലോഗ് മൈനസ് 1. ഇനി അതിനെ 1/π കൊണ്ട് മൾട്ടിപ്ലൈ. ദാറ്റ്സ് ഈക്വൽ ടു, ഇത് ലോഗ് 1 0 ആയിട്ട് പോകും കേട്ടോ. അപ്പോൾ ഇത് 0 ഉണ്ടാവും പ്ലസ് ഐ ഇൻറ്റു പൈ പ്ലസ് 2n പൈ എന്ന് കിട്ടും. അപ്പോൾ 1/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/π ഇൻറ്റു ഐ ഇൻറ്റു പൈ പ്ലസ് 2n പൈ. ഇനി ഈ ബ്രാക്കറ്റിൽ നിന്ന് ഒരു പൈ ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ ഐ പൈ ബൈ പൈ 1 പ്ലസ് 2n. അപ്പോൾ പൈയും പൈയും ക്യാൻസൽ ചെയ്താൽ നമുക്ക് 2n പ്ലസ് 1 ഐ എന്ന് കിട്ടും. n ബിലോങ്സ് ടു z. Therefore minus 1 all raised to 1/π equal to e raised to 2n plus 1 I, where n belongs to z എന്ന് കിട്ടും. Next we have problems for finding principal value of complex powers. First one, find the principal value of minus I raised to I. അപ്പോൾ പ്രിൻസിപ്പൽ വാല്യൂ കാണുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലം ത്തിന് വ്യത്യസ്തമായിട്ട് സ്മാൾ എൽ എന്നിന് പകരം ക്യാപിറ്റൽ എൽ എൻ ഉപയോഗിക്കും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് minus 1 minus I raised to I equal to e raised to capital N ln minus I raised to I. That is e raised to I into ln of minus I. ഇനി ln of capital ln of minus I കാണണം. ലോഗ് മോഡ് മൈനസ് ഐ പ്ലസ് ഐ ഇൻറ്റു ക്യാപിറ്റൽ ആർഗ്യുമെൻ്റ് ഓഫ് മൈനസ് ഐ എന്ന് വരും. അതിൻ്റെ കൂടെ 2n പൈ ഉണ്ടാവില്ല. അതാണ് ക്യാപിറ്റൽ എൽ എന്നും സ്മാൾ എൽ എന്നും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ലോഗ് മോഡ് മൈനസ് ഐ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് ഐ ഇൻറ്റു ആർഗ്യുമെൻ്റ് ഓഫ് മൈനസ് ഐ. മൈനസ് ഐ പ്യുവർലി ഇമാജിനറി നമ്പറാണ്, നെഗറ്റീവാണ്. സോ -π/2 എന്ന് വരും. അപ്പോൾ ലോഗ് 1 0 ആണ്. അപ്പോൾ -π/2 ഐ. ഇനി അതിനെന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഐ ലോഗ് മൈനസ് ഐ ഇൻറ്റു -π/2 ഐ. അപ്പോൾ ഐ ഇൻറ്റു ഐ സ്ക്വയർ ആണ്, പിന്നെ ഇവിടെ ഒരു -1, അപ്പോൾ +π/2 എന്ന് കിട്ടും. Therefore principal value of minus I raised to I is equal to e raised to π/2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് പ്രിൻസിപ്പൽ വാല്യൂ ഒരൊറ്റ നമ്പർ ആയിരിക്കും, ഒരു യൂണീക്ക് നമ്പർ ആയിരിക്കും. നേരത്തെ നമ്മൾ പവർ കണ്ടപ്പോൾ അതിലൊരു 2n പൈ ഒക്കെ ഉണ്ടായിരുന്നു, n ബിലോങ്സ് ടു z. അപ്പോൾ ഓരോ എന്നിനും ഓരോ വാല്യൂ ആണ് കിട്ടുക. ഇവിടെ ഒരു ഫിക്സഡ് വാല്യൂ കിട്ടുള്ളൂ, ദാറ്റ് ഈസ് e raised to π/2. നെക്സ്റ്റ് ഫൈൻഡ് ദി പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് 1 minus I whole raised to 4i. അപ്പോൾ PV ഓഫ് 1 minus I whole raised to 4i means e raised to log 1 minus I whole raised to 4i. That is e raised to 4i log 1 minus I. ഇനി log 1 minus I കാണണം. That is log mod 1 minus I plus I into argument of 1 minus I. അപ്പോൾ log 1 minus I യുടെ മോഡലസ് ഓഫ് 1 minus I എന്ന് പറഞ്ഞാൽ √2 എന്ന് വരും. പ്ലസ് ആർഗ്യുമെൻറ്റ് കാണാൻ, ആർഗ്യുമെൻറ്റ് ഇവിടെ 1 minus Iയുടെ ആർഗ്യുമെൻ്റ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ എക്സ് ഈക്വൽ ടു 1 ആണ്, വൈ ഈക്വൽ ടു -1 ആണ്. എക്സ് പോസിറ്റീവും വൈ നെഗറ്റീവും. എക്സ് പോസിറ്റീവും വൈ നെഗറ്റീവും ആവുന്നത് 4th ക്വാഡ്രൻറ്റിലാണ്. 4th ക്വാഡ്രൻറ്റിൽ മൈനസ് ഓഫ് ടാൻ ഇൻവേഴ്സ് മോഡ് y/x ആണ് ആർഗ്യുമെൻറ്റ്. അപ്പോൾ മൈനസ് ഓഫ് ടാൻ ഇൻവേഴ്സ് മോഡലസ് ഓഫ് -1/1, ദറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് 1 മൈനസ് ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ π/4, ദറ്റ് ഈസ് -π/4 എന്ന് കിട്ടും. അപ്പോൾ ആർഗ്യുമെൻറ്റ് കണ്ടു, മോഡലസ് കണ്ടു, ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദറ്റ് ഈസ് ലോഗ് 1 minus I ഈക്വൽ ടു ലോഗ് √2 പ്ലസ് മൈനസ് π/4 ആണ്, -I ഇൻറ്റു π/4. ഇനി ഇതിനെ 4i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 4i
ലോഗ് 1 മൈനസ് ഐ ആണ് കണ്ടത്. 4i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 4i ലോഗ് 1 മൈനസ് ഐ ഈക്വൽ ടു 4i ലോഗ് √2 മൈനസ് I pi by 4. That's equal to 4i log √2. ഇവിടെ I into I സ്ക്വയർ -1 ആണ്. ഇവിടെ ആൾറെഡി ഒരു മൈനസ് ഉണ്ട്. സോ മൈനസ് മൈനസ് പ്ലസ് ആവും. ഇവിടെ 4ഉം 4ഉം ക്യാൻസൽ ചെയ്തു. അപ്പോൾ പൈ ഉണ്ടാവും. പ്ലസ് പൈ. Therefore PV of 1 minus I whole raised to 4i equal to e raised to 4i log 1 minus I എന്നായിരുന്നു. ദാറ്റ് ഈസ് അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. e raised to 4i log √2 പ്ലസ് പൈ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ദി പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് 1 മൈനസ് ഐ ഓൾ റേസ് ടു 4i. ഇവിടെ വേണമെങ്കിൽ √2നെ 2 raised to 1/2 എന്ന് എഴുതാം. 1/2 log 2 എന്ന് എഴുതാം. അങ്ങനെ ചെയ്യാം. ഇനി നെക്സ്റ്റ് വൺ, ഫൈൻഡ് ദി പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് I raised to -2i. അപ്പോൾ അത് കാണാൻ e raised to capital Ln I raised to -2i. That's equal to e raised to -2i capital Ln of I. capital Ln of I കാണണം. log mod I plus I into argument of I. mod I എന്ന് പറഞ്ഞാൽ 1, argument I എന്ന് പറഞ്ഞാൽ π/2, I into π/2. So log 1 0 ആണ്. So this is I π/2. ഇനി അതിനെ -2i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. -2i log I. അപ്പോൾ -2i into I into π/2. 2 and 2 cancelled. I into I സ്ക്വയർ -1 ആണ്. ഇവിടെ ആൾറെഡി ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ പ്ലസ് പൈ എന്ന് കിട്ടും. Therefore PV of I raised to -2i equal to e raised to -2i log I ആയിരുന്നു. ദാറ്റ് ഈസ് -2i log I ആണ് നമ്മളിപ്പോൾ കണ്ട പൈ. അപ്പോൾ e raised to പൈ. സോ ദിസ് ഈസ് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് I raised to -2i. അപ്പോൾ പ്രോബ്ലം തരുമ്പോൾ ഫൈൻഡ് ദി വാല്യൂ ഓഫ് ഒരു കോംപ്ലക്സ് പവർ ആണെങ്കിൽ സാധാരണ ലോഗരിതം ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിൽ പ്രിൻസിപ്പൽ വാല്യൂ ആണ്, PV ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളതെങ്കിൽ ക്യാപിറ്റൽ Ln യൂസ് ചെയ്യണം. Okay, thank you.